പ്രശസ്ത സാഹിത്യകാരൻ ഓസ്കാർ വൈൽഡിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കഥയുണ്ട്, ദ സെൽഫിഷ് ജയൻറ്റ്. തൻ്റെ തോട്ടത്തിൽ കളിക്കാനെത്തിയ കുട്ടികളെ രാക്ഷസൻ പുറത്താക്കുന്നു. പിന്നീട് ആ തോട്ടത്തിലേക്ക് വസന്തം കടന്നു വരുന്നില്ല. രാക്ഷസൻ വിഷണ്ണനാകുന്നു. കുട്ടികളെ തിരികെ വിളിക്കുന്നു. വസന്തവും തിരികെ വരുന്നു. നമ്മളും വീടിന് പുറത്ത് ഇങ്ങനെ ബോർഡൊന്നും എഴുതി വെച്ചിട്ടില്ല, അന്യർ പ്രവേശിക്കരുതെന്നൊരു ബോർഡൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ നമ്മളുടെ സ്വന്തം പറമ്പിലേക്ക് ഉല്ലാസത്തിനായി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കടന്നു വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നാൽ ആലപ്പുഴയിലെ ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വരുമക്കളെ എൻ്റെ പറമ്പിൽ വന്ന് ആവോളം കളിച്ച് രസിച്ചോളൂ എന്ന് പറഞ്ഞ് വേണ്ടത്ര സൗകര്യമൊരുക്കി കുട്ടികളെ കാത്തിരിക്കുകയാണ്. എന്ത് മനോഹരമായൊരു വിശ്രമ ജീവിതം അല്ലേ? കാക്കിക്കുള്ളിലുള്ളത് പരിക്കനും നിർദ്ദയനുമായ ഒരാൾ, അതാണ് മുൻവിധി. സിനിമകളും മാധ്യമങ്ങളും പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ആ മുൻവിധിക്ക് വേണ്ട ഇന്ധനം പകരുന്നു. എന്നാൽ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ മാധവ മന്ദിരത്തിലെ കാഴ്ചകൾ അത്തരം മുൻവിധികൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ്. ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ വീടാണ് മാധവ മന്ദിരം. റിട്ടയേർഡ് SI വി രാജുവിൻ്റെ വീട്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം രാജു എടുത്തണിഞ്ഞത് ബാല്യകാല ഓർമ്മകളുടെ സൗന്ദര്യം ചോരാത്ത വിശ്രമ വിനോദത്തിൻ്റെ കൗതുക കുപ്പായമാണ്. 1993 സർവീസിൽ പ്രവേശിച്ച രാജു മുഖ്യമന്ത്രിയുടെ മെഡലും നേടി കഴിഞ്ഞ വർഷമാണ് വിരമിച്ചത്. അടുത്ത മധ്യവേനൽ അവധിക്ക് മുമ്പ് പാർക്ക് ഒരുക്കണമെന്ന് നിശ്ചയിച്ചു. കാട് മൂടിക്കിടന്ന റോഡരികെ പൂച്ചെടികൾ നട്ട് മനോഹരമാക്കി. കഞ്ഞിക്കുഴി പഞ്ചായത്ത് കൃഷിരംഗത്ത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ മാതൃകാപരമായ ഒരു സൗഹൃദ റോഡ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഉണ്ടാക്കുക, അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുക, അതാണ് ഞാൻ ആദ്യമേ ഇതിനകത്ത് എൻ്റെ ഒരു ആശയം കൊണ്ടത്. അതിങ്ങനെ ഓരോ വീട്ടുകാരുടെയും അവരുടെ റോഡ് സൈഡുകൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട് തന്നെ മനോഹരമാകും. എല്ലാ ഗ്രാമീണ റോഡും മനോഹരമാകും. അത് ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അവരുടെ റോഡിൻ്റെ സൈഡിൽ വൃത്തിയാക്കുക, അതിനെ പരിപാലിക്കുക, അത് മാത്രം ചെയ്താൽ മതി. കർക്കശക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് നാട്ടിലെ കുരുന്നുകളുടെ പ്രിയപ്പെട്ട രാജ്മാമനിലേക്കുള്ള മാറ്റം. ചിരട്ടയിൽ കഞ്ഞിയും കറിയും വെച്ച് കളിച്ചു നടന്ന ഓർമ്മകളിലെ ബാല്യം ഒരിക്കൽ കൂടി രാജു വീടിൻ്റെ തൊടിയിലേക്ക് വിളിച്ചു വരുത്തി. കൊറോണ വന്നതിന് ശേഷം കുട്ടികൾ എല്ലാവരും മൊബൈലിൽ അഡിക്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ് എല്ലാവരും. കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി മൊബൈൽ കൊടുത്ത് അവർ ഗെയിമിന് അഡിക്റ്റാണ്, ഗെയിമിനും മറ്റ് മൊബൈൽ അഡിക്ഷനായിട്ടാണ്. അപ്പോൾ അവരെ ഒന്ന് വീടിന് പുറത്തേക്ക് ഇറക്കി, കൂട്ടം കൂടി പുറത്തേക്ക് ഇറക്കി ഒരു കായിക വിനോദങ്ങളിൽ ഏർപ്പെടുത്തുക, അതും എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ എൻ്റെ ഒരു കുറച്ച് സ്ഥലം വൃത്തിയാക്കി അവിടെ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ കുറച്ച് ഊഞ്ഞാലും സീസോയും കുട്ടികൾക്ക് എന്താണ് വേണ്ടത്, അവർ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാനവിടെ ഏർപ്പെടുത്തി. ഇപ്പോൾ കൂട്ടം കൂടി ഇവർ വരുന്നുണ്ട്. മാധവ മന്ദിരത്തോട് ചേർന്ന് കിടക്കുന്ന 25 സെൻറ്റ് പറമ്പിൽ സുന്ദരമായ കളിസ്ഥലം ഒരുങ്ങി. മൊബൈൽ ഗെയിമിൽ കുടുങ്ങിക്കിടക്കാതെ കുട്ടികളെ ആരോഗ്യമുള്ള ജീവിതം പരിശീലിപ്പിക്കാൻ 1 ലക്ഷം രൂപ ചിലവിട്ട് കളിക്കോപ്പുകൾ ഒരുക്കി. മെക്സിക്കൻ ഗ്രാസ്, വെരിഗേറ്റഡ് പേൾ ഗ്രാസ് എന്നിവ വെച്ചുപിടിപ്പിച്ച പുൽത്തകിടി, ഉല്ലസിക്കുവാനും സൗജന്യമായ ഒരിടം. കുട്ടികൾക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് കളിക്കുവാൻ വേണ്ടി റോപ്പ് ലാഡർ, സീസോ, മങ്കി ബാർ, ഊഞ്ഞാൽ, ആട്ടുതൊട്ടിൽ, റോപ്പ് ക്ലൈംബിംഗ് മുതലായവ സജ്ജീകരിച്ചു. ഇവിടെ മരങ്ങളൊക്കെ നിൽക്കണോണ്ട് നല്ല തണലുമാണ്. ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടാവുന്നത് ഞങ്ങൾ അവധിക്കാലം ഇവിടെ ആഘോഷിക്കും. പിന്നെ ടൗണിലെ പാർക്കിനെക്കാട്ടും നല്ലത് ഇവിടുത്തെ പാർക്കാണ്. പിന്നെ അച്ഛനും അമ്മയും ജോലിക്കൊക്കെ പോണതുകൊണ്ട് ഞങ്ങൾ രാജവങ്ങളുടെയൊക്കെ പാർക്കിൽ വന്ന് ഇവിടെ കളിക്കും. മാവിൽ കയറുവാനായി സ്റ്റെപ്പുകൾ പിടിപ്പിച്ചു. കുട്ടികൾക്ക് മാവിൽ കയറി മാങ്ങ പറിച്ച് ഉപ്പും മുളകും കൂട്ടി കഴിക്കാം. പാർക്കിന്റെ നടുവിലായി വാട്ടർ പമ്പ് ഫിറ്റ് ചെയ്ത് 4 സ്പ്രിംഗ്ലർ ഉപയോഗിച്ചുണ്ടാക്കിയ കൃത്രിമ മഴ. കുട്ടികൾക്ക് വേനൽക്കാലത്ത് ആ മഴയിൽ ഓടി നടന്ന് കളിക്കാം. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് റെയിൻബോസ് ഒക്കെ കാണാറുണ്ട്. പാർക്കിനോട് ചേർന്ന്
30 മീറ്റർ നീളം വരുന്ന ചാല് വൃത്തിയാക്കി കയാക്കിംഗ് ബോട്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് തുഴച്ചിൽ പഠിക്കാനുള്ള സൗകര്യം. 20 മുതൽ 30 വരെ കുട്ടികൾക്ക് ദിവസവും സൗജന്യമായി ഈ പാർക്ക് ഉപയോഗിക്കാം. ഒരു 30 മീറ്റർ വരുന്ന ഒരു ചാലുണ്ട്, അത് വൃത്തിയാക്കി ഒരു കയാക്കിംഗ് ബോട്ട് വാങ്ങിച്ചു. കുട്ടികൾക്ക് തുഴയാനും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ട് ഞാനുള്ളപ്പോൾ മാത്രമേ, എൻ്റെ പ്രസൻസിൽ മാത്രമേ ബോട്ട് ഇറക്കി വെക്കുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ ഞാൻ ഇല്ലാത്തപ്പോൾ ബോട്ടിൽ കയറി, ഈ ആഴമുള്ള തോടായതുകൊണ്ട് 4 മീറ്റർ ആഴമുള്ള തോടാണ്. അപ്പോൾ അത് റിസ്ക് ആയതുകൊണ്ട് ഞാൻ ഇവരുടെ പഠിച്ചു കഴിഞ്ഞ് ഞാൻ എടുത്ത് കരക്ക് കയറ്റി വെക്കുക. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഓപ്പണാണ്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കളിക്കാം. രക്ഷിതാക്കളോടൊപ്പം ഇവിടെ വന്ന് വിശ്രമിക്കാം. അപ്പോൾ രക്ഷിതാക്കൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് ക്ലൈംബിംഗ് റോപ്പ് ഉപയോഗിച്ച് മാങ്ങ പറിക്കാം. പെൺകുട്ടികൾക്ക് ലാഡർ, ഒപ്പം മാലിന്യ സംസ്കരണം, പച്ചക്കറി കൃഷി എന്നിവയിലും പരിശീലനം. ഒരു മാവ് അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വിട്ടുകൊടുത്തിരിക്കുക. മാവയിൽ കയറാൻ വേണ്ടിയിട്ട് അവർക്ക് കൊതയുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എറിഞ്ഞു പറിക്കാനായിട്ട് വടിയുമുണ്ട്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എറിഞ്ഞു പറിക്കാം. ഇതൊക്കെ നമ്മുടെ പഴയ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. മാവിൽ എറിഞ്ഞു പറിക്കുക. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഇതൊന്നുമില്ല. അപ്പോൾ അവരെ ആ പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കോവിഡ് ബാക്കിയാക്കി പോയ മൊബൈൽ അഭിനിവേശത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിച്ച് അവരെ കൂട്ടം കൂടി കായിക വിനോദങ്ങളിൽ എത്തിക്കുകയായിരുന്നു രാജു എന്ന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ലക്ഷ്യം. എല്ലാ ദിവസവും വരും ഇവിടെ. കുട്ടികൾ തുലസിച്ച് ഇവിടെ കളിക്കുന്നത് കാണുന്നതാണ് രാജുവിൻ്റെയും കുടുംബത്തിൻ്റെയും സംതൃപ്തി. എല്ലാത്തിനും പിന്തുണയുമായി ഭാര്യ മഞ്ജുവും ഒപ്പമുണ്ട്. ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ പിന്തുണ അത് വളരെ പ്രധാനമാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. കാരണം ഡെയിലി ഈ റോഡ് സൈഡുകളിൽ നനക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നീളത്തിലുണ്ട് ഈ റോഡിൻ്റെ സൈഡുകളിൽ. അപ്പോൾ അത് ഡെയിലി നനക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ചൂട് കൊണ്ട് എല്ലാ ചെടികളും വാടും. അപ്പോൾ ഡെയിലി നനക്കുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഭാര്യ മഞ്ജു എൻ്റെ നല്ലൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് എന്നെക്കൊണ്ട് മാത്രമായിട്ട് നടക്കില്ല. അത് മഞ്ജുവിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത്. പിന്നെ ഞാനും മഞ്ജു രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഞങ്ങൾ വിശ്രമിക്കാൻ കയറാറുള്ളൂ. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ നല്ലൊരു എഫർട്ട് വേണം. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വീട്ടിലെ ടോയ്ലറ്റ് ഉപയോഗിക്കാം. പാർക്ക് വൃത്തിയാക്കുവാനും പരിപാലിക്കുവാനും ഭാര്യ മഞ്ജുവാണ് പ്രധാന സഹായി. രാജാങ്കളും മഞ്ജു ആൻറ്റിയും ഈ പാർക്ക് തന്നതിന് നന്ദി. തിരക്ക് പിടിച്ച പോലീസ് ജീവിതം മക്കളുടെ ബാല്യകാലത്തിന്റെ സത്ത ആസ്വദിക്കുന്നതിന് തടസ്സം നിന്നു. ആ കുറവ് പുതുതലമുറയിലെ മറ്റു കുട്ടികൾക്ക് ഉല്ലാസത്തിനുള്ള വാതിൽ തുറക്കുന്നു. കുട്ടികൾ കളിക്കുന്നത് നമ്മൾ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരുന്നത്. ഇത് നമ്മളിതിനകത്ത് മുടക്കിയ മുതലിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് എനിക്ക് കുട്ടികളെ കളിച്ച് അവരുടെ ആർപ്പുവിളിയും അവരുടെ കളിയും ചിരിയും കാണുന്നതാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും സന്തോഷം. പിന്നെ കുട്ടികൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. കളിച്ച് കുഴയുമ്പോൾ കുടിവെള്ളം അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മാധവ മന്ദിരം കുട്ടികളുടെ ബാല്യകാല സ്മരണകളിൽ വർണ്ണങ്ങൾ ചാലിക്കുകയാണ്. അവരുടെ മുഖത്ത് വിരിയുന്ന പൂത്തിരി പുഞ്ചിരികൾക്ക് സർവീസ് കാലത്ത് രാജുവിനെ തേടിയെത്തിയ മികച്ച പോലീസ് ഉദ്യോഗസ്ഥനുള്ള മെഡലുകളേക്കാൾ കൂടുതൽ തിളക്കം. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പതിവ് പോലെ കൂടുതൽ വിശേഷങ്ങളും പുതുമയുള്ള കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.